ഹലോ ഗൈസ്, ധാരാളാ വീടയുടെ എൻട്രോ പറയാനും സമ്മതിക്കൂല അവന്മാരൊന്നും. എടാ ഷിൻജാനൊന്ന് ആരാന്നൊന്ന് പോയി നോക്കിയൊക്കെ. എടാ ഒന്ന് പോയി നോക്കടാ. വേണ്ടെന്നാ ഞാൻ തന്നെ പോയി നോക്കിക്കൊണ്ട്. അജി പോയി നോക്കിയാലേ ശരിയാവൂല. എന്റെ അന്നത്തെ പരിപാടിയൊക്കെ എനിക്കറിയാം. അതെ ഞാൻ തന്നെ സാറേ. എന്താ പ്രശ്നം? താനെ ഇന്നലെ 2 വീട്ടുകളിൽ നിന്ന് കാറ് മോഷ്ടിച്ചെന്നുള്ള വിവരം കണ്ടെത്തിയിട്ടുണ്ട്. എന്താണ് താങ്കൾക്ക് ഒരു കൊല്ലം ജയിലിൽ പോയി കിടക്കാനുള്ള യോഗമുണ്ട്. വേഗം പോരെ വണ്ടിക്ക്. സാറേ ഇതെന്ത് വർത്താനാ? ഞാനൊരു വണ്ടി മോഷ്ടിച്ചിട്ടൊന്നുമില്ല. ഇവൻ തന്നെയാണ് സാറേ. അല്ല ഇവൻ തന്നെയല്ലേ? എടാ നീ കള്ളം പറയാനൊന്നും നോക്കണ്ട. ഞമ്മളെ വട്ടന്മാരാ നോക്കണ്ടട്ടാ. നീ വണ്ടി വന്ന് കേറ്. സാറേ ഇനി ഇല്ലാത്ത കാര്യം പറഞ്ഞ ഞാൻ അങ്ങനെ വണ്ടി വന്ന് കയറും. ഞാൻ ആണെന്നുണ്ടെങ്കിൽ എന്റെ കൂടെ അടുത്തുണ്ട്. അവനെ വിളിക്കാം. അവനോട് ചോദിച്ചു നോക്കിക്കോ. ഞാൻ ഇന്നലെ ഇവിടുന്ന് പുറത്തന്നെ ഇറങ്ങിയിട്ടില്ല. ഇന്നലെ ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. വേണമെന്നുണ്ടെങ്കിൽ എന്റെ സെക്യൂരിറ്റിയോട് ചോദിച്ചോ. അതെ സാറേ ഇവനോട് ചോദിച്ചേക്കേ. എടാ കൊച്ചിർക്ക, ഇന്നലെ ഇവിടെ ഒരു സംഭവം ഉണ്ടായെന്ന് നീ അറിഞ്ഞ? എന്താണ് സാറേ സംഭവം? ഇന്നലെ നിന്റെ ചേട്ടനെ 2 വണ്ടി മോഷ്ടിച്ച്. അല്ല സാറേ, എന്റെ മേത്തേക്ക് തോക്കൊന്നും ചൂണ്ടുണ്ടായി. സത്യം പറയാം, ഞാൻ പുറത്തന്നെ ഇറങ്ങിയിട്ടില്ല എന്നല്ലേ. സാറിന് 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യും. ഞാൻ എന്റെ ഫ്രണ്ട് പോലീസിലുണ്ട്. ആളൊന്ന് വിളിച്ച് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു തരാം. ഒന്ന് നീ അവനെ വിളിക്കുക. വന്നാ എന്താ ചെയ്യാന്ന് കാണട്ടെ. ഇവിടെ കാറ് ട്രാഫിക് ഉണ്ടാക്കി ചേർന്നു. ഫ്രാങ്ക്ലിൻ വിളിച്ചിട്ടുണ്ട്. ഫ്രാങ്ക്ലിൻ നിക്കണേ. ഓന്റെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ട് എന്താ വലിയൊരു വീട്ടിൽ കയറിക്കണേ. എടാ എന്താ ഫ്രാങ്ക്ലിന്? ഫ്രാങ്ക്ലിൻ ഒന്ന് പൊയ്ക്കോടുന്നു. ഞാൻ ഫ്രാങ്ക്ലിനൊന്നല്ല. ഫ്രാങ്ക്ലിൻ എന്താ മിമിക്രിക്ക് ചെവിടുന്ന് പഠിച്ചത്? നിങ്ങൾ എന്ത് വർത്താനം പോയി? ഞാൻ ഫ്രാങ്ക്ലിനൊന്നല്ല. ഫ്രാങ്ക്ലിൻ അല്ലേ? എന്താവട്ടെ, ലോകത്ത് ഒരു മനുഷ്യന്റെ പോലത്തെ ആൾക്കാരല്ലേ പറയണം. ഓന്റെ പോലത്തെ വേറെ ഉപയോഗം. നമുക്ക് ഓന്റെ വീട്ടിലോട്ട് പോയി നോക്കിയേക്കാം. എന്നാലിപ്പോ ഓൻ ആരായിരിക്കും? എന്താവട്ടെ, ഫാമിലിയുടെ വീട്ടിൽ വന്ന് പോയേക്കട്ടെ. ഫ്രാങ്ക്ലിനല്ലേ ഇവിടെ നിൽക്കണേ. അപ്പൊ അവിടെ കണ്ടത് ആര്? പ്രശ്നമുണ്ട്. നമ്മളതുകൊണ്ട് ഇവനെ കൊണ്ടുപോയി. അങ്ങനെ അത് കൊണ്ടുപോകാൻ പറ്റില്ല ഇവനെ. നിങ്ങളൊരു കാര്യം ചെയ്യും. നിങ്ങളിപ്പോ പോയിക്കോ. നാളെ ഇവന്റെ ക്യാഷൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ ഇവനെ അങ്ങോട്ട് കൊണ്ടുവരാം. എന്ത് വർത്താനം മൈക്കിള് സാറെ പറയണ്? ഞാന് മൈക്കിളെ ഈ ജയിലിന് കേസിൽ നിന്ന് രക്ഷപ്പെടുത്തും വിചാരിച്ചിട്ട് വിളിച്ചത്. ഇല്ലാത്ത കേസ് ഇവന്മാരെന്നെ ഉണ്ടാക്കി കൊടുന്നിരിക്കേ. എടാ അതിനൊക്കെ വഴിയുണ്ടോ നമുക്ക്? നീ എന്റെ കൂടെ വന്നൊരു സ്ഥലത്തേക്ക് വേമ്പ. എന്നാലും എനിക്ക് അതിന്റെ മനസ്സിലാവുള്ളൂ. എന്നാ ഇപ്പൊ വരാം. അല്ല ഷിൻജാനും വേണോ? ഷിൻജാനും വരണോ? എന്നാ കാറുണ്ടാ? ഇതില് 3 ആൾക്ക് ഇരിക്കാനുള്ളോ? കാറിന്റെ ഒക്കെ ഉണ്ട്. ബൈക്ക് ഇവിടെ എവിടെ സൈഡാക്ക്. എന്നാ ബൈക്ക് വിടണോട്ടെ. എവിടെ കാറ്? കാറ് ഞാൻ എടുത്തരാം. ബാക്കിലേക്ക് പോയിക്കോ. അവിടുന്ന് കാർ എടുത്തോ. A few moments later. എല്ലാരും കേറിയില്ലേ? നമുക്ക് പോവാൻട്ടാ. അതൊക്കെ നിങ്ങൾ അവിടെ നമുക്ക് കണ്ടാ സർപ്രൈസ് ആണ്. ഫ്രാങ്ക്ലിൻ എന്തായാലും കാര്യത്തിന് ഞെട്ടു. അത്രക്കും വലിയ കാര്യമാണ്. എന്താണ് സംഭവം? അതൊക്കെ സർപ്രൈസ് ആണ്. അവിടെ വീട്ടിൽ കാണാൻ. ഇതെന്ത് വണ്ടി എന്താ തിരെ കൺട്രോളില്ലാത്ത വണ്ടിയൊക്കെ എടുത്തിട്ട് എന്തിനാണ് ഫ്രാങ്ക്ലിനെ എന്താ മൈക്കിളെ പറ്റി? നീ ഇങ്ങനെ ശരിയായി. വണ്ടി എപ്പോഴാണ് വണ്ടി ആയത്? കണ്ട പാച്ച് വർക്കൊക്കെ ചെയ്ത് സെറ്റായി. എടാ എന്റെ വണ്ടിയുടെ മൈക്കിളെ നോക്കി ഓടിക്കടാ. വണ്ടി മേലല്ല. എടാ വണ്ടി പോയടാ. എന്താണ് മൈക്കിള് ഇത്? മൈക്കിളെ നമ്മള് കൊറേ നേരം വെല്ല തുടങ്ങിയിട്ട് വെത്തിയാ. ഫ്രാങ്ക്ലിനെ എത്തിയടാ. അതിരൊക്കെ നമ്മുടെ വീടെത്തിയ. എന്താണ് ഷിൻജാൻ ഒരു മയത്തിലൊക്കെ പറയും? നാട്ടുകാരെ കൊണ്ട് വിളിച്ചു പറയോ? മൈക്കിൾ എത്തിയ സ്ഥലം? ഫ്രാങ്ക്ലിനെ മുണ്ടാണ്ട് പോയോ? ഇവിടെ ഇരുന്നിട്ടൊന്നും ഇപ്പോൾ ആരാ നിക്കുന്നത്? ഇതാരിന്റെ പോലത്തെ വേറെ ഒരു ഇവർക്കെന്താ വട്ടാണോ ഒറ്റക്ക് നിന്ന് വർത്താനം പറയുന്നത്? ഫ്രാങ്ക്ലിന് ഞാൻ ഇവിടുന്ന് എല്ലാ സാധനങ്ങളും മോഷ്ടിച്ചിട്ട് ഓന്റെ തലയിട്ടിട്ട് വരും. ഇതൊന്നും അറിയുന്നില്ല. എന്നിട്ട് ഓനക്ക് എല്ലാ കേസും ഉണ്ട്. പൊട്ടൻ തന്നെയല്ലേ ഫ്രാങ്ക്ലിൻ? അവനക്ക് വട്ടല്ല, വട്ടനാട്ടി മേലെ വന്നേ വായോ. അയ്യോ എന്താണ് നിങ്ങൾ നേരത്തെ തന്നെ വന്ന് നോക്കിയത്? അനക്ക് എന്താണ്ടാ എന്നെ കൊല്ലണം എനിക്ക്? നീ സത്യം പറഞ്ഞ നീ എന്തിനാണ് ഈ കുറ്റങ്ങളൊക്കെ ഉണ്ടാക്കിട്ട് ഫ്രാങ്ക്ലിന്റെ തലേക്ക് ഇടുന്നത്? അത് പിന്നെ എനിക്കൂടെ ജീവിക്കാൻ കാശൊക്കെ വേണ്ട. അതിന് വേണ്ടിട്ട് അതിന് നീ എന്തിനാടാ ഫ്രാങ്ക്ലിന്റെ തലേക്കുള്ള കുറ്റങ്ങളൊക്കെ? നീ നാലടാ എനിക്കൊന്നു നീ പണിക്ക് പോയി ഉണ്ടാക്കണ ക്യാഷൊക്കെ. താനാരുണ്ടോ? ആരാരാ?
ഇന്ത്യക്ക് എന്നുള്ള ഈ ഒരു വീടിയുണ്ട് വന്ന് ഇന്റെ തല ചതുരൻ ഫ്രാങ്ക്ലിനെ നീ ഓനെ സുഖിയെ പിടിച്ചിട്ട് പോയോ, നീ വണ്ടി എടുക്കുവായോ, അവനെ എന്താ ചെയ്യണ്ടേന്ന് എനിക്കറിയാം. ഞാൻ പോനെ എത്തിന്റെ അടുത്ത് എത്തിക്കൂ. ആടെ മൈക്കളെ ഞാനവനെ കൊണ്ടുവരുന്നുണ്ട്. എടാ നീ വന്ന് വേഗം വണ്ടി കയറി. എടാ നീ ഓടിയൊന്നും നോക്കണ്ട, ഓടാൻ നോക്കിയാ പിന്നെ നീ അതെന്റെ ഓർമ്മ ഉണ്ടാവുള്ളൂ. ഇല്ലല്ല ഞാൻ ഓടാൻ നോക്കണമെന്നില്ല, ഞാൻ വണ്ടി വന്ന് കേറിയില്ലേ പിന്നെന്താ. ആ 2 ഫ്രാങ്ക്ലിന്മാരും ബാക്കിൽ തന്നെ ഇരിക്കട്ടെ. വായോ എന്റെ കൂടെ വായോ, ഞാൻ സ്ഥലത്തേക്ക് ഇവനെ കൊണ്ടാ. വെള്ളാർ പിടിച്ചിരുന്നോ എന്റെ പ്രോ ഡ്രൈവിംഗ് സ്കിൽസ് ഒക്കെ എടുക്കാൻ പോവാണേ. മൈക്കളെ നോക്കി ഓടിക്കട, എന്താന്ന് കാണിക്കുന്നു? എന്തൊരു കളവെന്ന് കാണിക്കുന്നു. എടാ നോക്കി ഓടിക്കട കളവോ. എടാ ജീവൻ തിരിച്ചിട്ടെന്നാ ഭാഗ്യം. ഹേ കോൺസ്റ്റബിൾസ്, ഞാൻ പറഞ്ഞല്ലേ ഇവനൊന്നല്ല കള്ളേ, ഇവനാണ് കള്ളേ. ഫേക്ക് ഫ്രാങ്ക്ലി. ഓക്കെ മൈക്കിൾ, ഈ കൊലയാളിനെ പിടിച്ചന്നേന് ഫേക്ക് ഫ്രാങ്ക്ലിൻ. സോറി റിയൽ ഫ്രാങ്ക്ലിനെ, ഞങ്ങള് ഭാഗത്താണ് തെറ്റി. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല കുഴപ്പമില്ല, ഒക്കെ ഉണ്ടാവൂലോ. ഇവൻ ഇന്റെ പോലെ തന്നെ ഇരിക്കണോണ്ട് പിന്നെ മനസ്സിലാവൂലല്ലോ, നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. അതന്നെ ഫ്രാങ്ക്ലിനെ, ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ സൂക്ഷിക്കണ്ട കോൺസ്റ്റബിൾ. സോറി സാറേ, ഞങ്ങളെ ഭാഗത്ത് തെറ്റി. ഓക്കെ സാറേ, ഞങ്ങൾ കൊണ്ടുപോയി ബൈ. ഓക്കെ ഫ്രാങ്ക്ലിനെ, എന്നാ ഞാൻ പോട്ടാ. എന്റെ കേസൊക്കെ ഇപ്പൊ നൈസായിട്ട് മാറിയില്ലേ. ഓനായിരുന്നടാ പ്രശ്നക്കാരെ കള്ള ഫ്രാങ്ക്ലി. അല്ല എന്നെ പറഞ്ഞല്ല, അവനെ പറഞ്ഞാണ്. അത് മനസ്സിലായി മൈക്കിളെ. എന്നാ ശരി മൈക്കിൾ പോയിക്കോ, ഞാൻ എന്നാ വണ്ടി കയറി പോട്ടെ. മൈക്കിളെ ഡ്രോപ്പ് ചെയ്യണോ? വേണ്ടോ, ഞാൻ പോയിക്കൊണ്ട് ഇവിടുന്ന് എന്റെ വീടിന്റെ അടുക്ക് 5 മണിക്ക് ബസ് ഉണ്ട്, ഞാൻ കയറി പോയിക്കൊണ്ട്. ഓക്കെടാ മൈക്കിളെ, വേഗം കയറി പോയിക്കോ. ഓക്കെ ഗൈസ്, നമ്മള് വീഡിയോയുടെ ഔട്ടർ എന്തായാലും ഇവിടെ വെച്ച് പറയാന്ന് വിചാരിച്ച്, പക്ഷെ ഞാൻ എനിക്കെന്തെങ്കിലും പറയണ്ട. മൈക്കിളെ പോയില്ലേ? നീ പിന്നെ വീഡിയോയുടെ എൻഡിങ് എടുക്കണ ഔട്ടർ എടുക്കണ പോയി വന്നതാണ്. ഞാൻ ഔട്ടർ പറയാ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാ പ്ലീസ് കേസ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേ. നമ്മളെ ഫ്രാങ്ക്ലി മോന്റെ ചാനലേ ഡൗൺ ആയിക്കൊണ്ടിരിക്കേ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേ. 200K ആണ് എത്ര ഫാം. ഇതെല്ലാവരും വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കൂ പ്ലീസ് കേസ്, ലൈക്ക് അടിക്കുക. എന്താണ് നിങ്ങൾ ഇങ്ങനെ? അപ്പൊ അടുത്ത വീഡിയോയിൽ വേണട്ടാ. ബൈ ഗൈസ്.